കേൾക്കുവാൻ പ്രിയ വിശ്വാസികളുടെ സമൂഹത്തിൽ ക്രൈസ്തവ സമൂഹം മുഴുവൻ കുരിശിനെ ധ്യാനിക്കുന്ന വളരെ ശ്രേഷ്ഠകരമായ ഒരു ദിവസമാണല്ലോ വലിയ വെള്ളിയാഴ്ചയുടെ ദിവസം. കുരിശിനെ ധ്യാനിക്കുക എന്ന് പറയുന്നത് കേവലം നാം അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മം എന്നതിനപ്പുറമായി അതിലടങ്ങിയിരിക്കുന്ന അർത്ഥത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ അതിപരിചയത്താൽ അർത്ഥം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദമായിട്ട് കുരിശ് എന്ന പദം ഇത് മാറ്റപ്പെടുന്നുണ്ടോ എന്ന് പോലും സംശയിക്കുകയും. കാരണം കുരിശ് ചിലരെ സംബന്ധിച്ചിടത്തോളം അതൊരു അലങ്കാര വസ്തു മാത്രമാണ്. എന്നാൽ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ആത്മീയ അധികാരത്തിൻ്റെ അടയാളം മാത്രമായിട്ട് കുരിശ് കാണപ്പെടുകയാണ്. ചിലര് കുരിശിൻ്റെ ശക്തിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു മാന്ത്രിക ചിഹ്നമായി കുരിശിനെ കാണാറുണ്ട്. കുരിശിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഒരാദായ സൂത്രമായി കുരിശിനെ കാണുന്നവരുടെ എണ്ണവും ഇന്ന് സമൂഹത്തിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. പലപ്പോഴും നാം ഇന്ന് കാണുന്ന സിനിമകളിലെയും സീരിയലുകളിലെയും ഒക്കെ വില്ലന്മാരുടെ കഴുത്തുകളിൽ പോലും കേവലം ഒരു അലങ്കാരത്തിന് മാത്രമായി കുരിശ് കാണപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ വെറുമൊരു പൂജാ വസ്തുവാക്കി മാത്രം അല്ലെങ്കിൽ ഒരു അലങ്കാര വസ്തുവായി മാത്രം ക്രൂശിൻ്റെ തീവ്രമായ സന്ദേശത്തെ നിർജീവമാക്കുന്ന ഇപ്രകാരമുള്ള രീതികൾ വളരെ ദയനീയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ക്രിസ്തുവിൻ്റെ ക്രൂശിനെ തീർത്തും അവഗണിക്കുന്ന തരത്തിലുള്ള പുതിയ ആത്മീയതകളൊക്കെ നമ്മുടെ സമൂഹത്തിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലുമാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇന്ന് ക്രോസ്ലെസ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ കുരിശില്ലാത്ത ആത്മീയ ജീവിതത്തിലാണ് പലർക്കും താല്പര്യം. എന്നാൽ പൗരസ്ത്യ സഭകളുടെ വിശ്വാസത്തിൻ്റെ ആധാരം എന്താണ് എന്ന് ചോദിച്ചാൽ കുരിശാണ്, അല്ലെങ്കിൽ ക്രോസ് സെൻറ്റേർഡ് ക്രിസ്ത്യാനിറ്റി, കുരിശ് കേന്ദ്രീകൃതമായ ക്രൈസ്തവ ജീവിതമാണ് പൗരസ്ത്യ ആധ്യാത്മികതയുടെ കാതൽ എന്ന് പറയുന്നത്. എന്താണ് ക്രോസ്ലെസ് ക്രിസ്ത്യാനിറ്റി, ക്രോസ് സെൻറ്റേർഡ് ക്രിസ്ത്യാനിറ്റി തമ്മിലുള്ള വ്യത്യാസം? കുരിശിനെ നാം ധ്യാനിക്കുമ്പോഴും കുരിശിൻ്റെ അർത്ഥം നാം ഗ്രഹിക്കുമ്പോഴും കേവലം ഒരു അലങ്കാര വസ്തുവായി, അടയാളമായി, മാന്ത്രിക ചിഹ്നമായിട്ടൊക്കെ കാണുന്നതിൻ്റെ അപ്പുറമായി കുരിശിൻ്റെ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങുവാൻ കഴിയുമ്പോഴാണ് കർത്താവിൻ്റെ കുരിശിൻ്റെ വലിയ സന്ദേശം നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കപ്പെടുന്നത്. പലപ്പോഴും കുരിശിൻ്റെ മറവിൽ നിൽക്കുവാനും കുരിശിൻ്റെ ധ്യാനിക്കുവാനും വന്ദിക്കുവാനും ഒക്കെ നാം താല്പര്യം കാണിക്കുമ്പോഴും കുരിശിൻ്റെ അർത്ഥമാകുന്ന വലിയ സഹനത്തെ നാം വിട്ടുകളയുവാനായിട്ടാണ് നമുക്ക് പലർക്കും താല്പര്യം. കാരണം പെട്ടെന്ന് നേടിയെടുക്കാവുന്ന ഭക്തിജീവിതവും രക്ഷാജീവിതവും ആത്മീയ ജീവിതവും ഒക്കെ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ നാം കാണപ്പെടുമ്പോൾ ഈ കുരിശ് നൽകുന്ന സഹനത്തിലൂടെയുള്ള ഒരു ആത്മീയ ജീവിതത്തിന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കണ്ടെത്തുവാൻ അല്ലെങ്കിൽ കൊടുക്കുവാനായിട്ട് കഴിയുന്നില്ല. കഴിഞ്ഞ 50 ദിവസങ്ങൾ അല്ലെങ്കിൽ 50 ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ 50 ദിവസങ്ങൾ വലിയ തീവ്രമായ വ്രതാനുഷ്ഠാനത്തിൻ്റെയും വലിയ ഉപവാസത്തിൻ്റെയും നോമ്പനുഷ്ഠാനത്തിൻ്റെയും ഒക്കെ ദിവസങ്ങളായിരുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരാഴ്ചക്കാലം അത് തീവ്രമായ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന കഷ്ടാനുഭവത്തിൻ്റെ ദിവസങ്ങളാണ്. ഇവിടെ എല്ലാ യാമപ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ നിർവഹിച്ച് ദൈവത്തെ കുമ്പിട്ട് നമസ്കരിച്ച് ദൈവത്തോട് ചേർന്ന് വസിക്കുവാനായിട്ട് സഭ പ്രത്യേകം വേർതിരിച്ചിരിക്കുന്ന ദിവസം കൂടിയാണ്.
എന്നാൽ ആത്യന്തികമായി നാം പരിശോധിച്ച് നോക്കാം. കർത്താവിൻ്റെ കുരിശിനെ നാം ധ്യാനിക്കുമ്പോൾ ആത്മാർത്ഥമായി നെഞ്ചോട് ചേർത്ത് വെച്ച് പറയുവാൻ കഴിയുമോ? ക്രിസ്തു എനിക്ക് വേണ്ടി വഹിച്ച പാപത്തിന് പരിഹാരമായി അവനോട് ചേർന്ന് ആത്മാർത്ഥമായി എന്തെങ്കിലും സഹനത്തിൻ്റെ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇത് ആത്മപരിശോധന ചെയ്യുമ്പോഴാണ് ഈ ക്രൂസിനെ ധ്യാനിക്കുന്നതിൻ്റെ അർത്ഥത്തിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ദിവസങ്ങളിൽ കർത്താവിനെ ക്രൂസിനോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ ക്രൂസിന്റെ ആത്മീയ അനുഷ്ഠാനങ്ങളിലെങ്കിലും ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. പിതാക്കന്മാർ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കഷ്ടതയുടെ സഹനത്തിന്റെ അനുഷ്ഠാനങ്ങളൊക്കെ നമുക്ക് നൽകിയത് എന്ന് നാം ആഴമായിട്ട് ചിന്തിക്കേണ്ടതാണ്. കാരണം സഹനത്തിലൂടെ മാത്രമേ നമുക്ക് ക്രിസ്തുവിൻ്റെ പിൻഗാമികളായി തീരുവാനായിട്ട്, അല്ലെങ്കിൽ ക്രൂസിന്റെ അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ കഴിയൂ എന്നുള്ളത് പിതാക്കന്മാർ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സഹനം ജീവിതത്തിൽ നാം അനുഭവിക്കുമ്പോഴാണ്, ആത്മീയ അനുഷ്ഠാനങ്ങളിലായാലും ജീവിതത്തിൻ്റെ നിത്യ യാഥാർത്ഥ്യങ്ങളും ക്രിസ്തുവിനോടൊപ്പം മരിക്കുവാനായി നാം ഒരുങ്ങുമ്പോഴാണ് ക്രൂസിനെ ധ്യാനിക്കുന്നതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നു. യേശുദമ്പുരാൻ പറഞ്ഞു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഉചിച്ചാൽ തന്നെ താൻ തിരിച്ച് എൻ്റെ ക്രൂസ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ക്രൂസിൻ്റെ അനുഭവം, ക്രൂസ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ സഹനത്തിൻ്റെ അനുഭവം ഇല്ലാതെ ക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ക്രൂസിനോട് ചേർന്ന് നിൽക്കുമ്പോൾ സഹനത്തിൻ്റെ ആത്മീക അനുഷ്ഠാനങ്ങളും അതോടൊപ്പം തന്നെ സഹനത്തിൻ്റെ ജീവിതാനുഭവങ്ങളും ഒക്കെ ക്രിസ്തുവിനോട് കൂടെ കഷ്ടമനുഭവിക്കുവാനുള്ള നിയോഗങ്ങളാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമായിരിക്കും. പൗലോസ് ഫിലിപ്പിയരുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, 1-ാം അധ്യായത്തിൽ, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവരോടുകൂടെ കഷ്ടമനുഭവിക്കാനുള്ള നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. പൗലോസ് അനുഭവിച്ച വേദനയുടെ തീവ്രമായ സഹനത്തിന്റെ വലിയ ലിസ്റ്റുകളൊക്കെ പൗലോസ് അതിനകത്തുണ്ട്. ധാരാളം പ്രാവശ്യം അടികൊണ്ടു, കപ്പൽ ചേർത്തിലാക്കപ്പെട്ടു, കാരാഗ്രഹത്തിലാക്കപ്പെട്ടു, നാടുകടത്തപ്പെട്ടു, പരിഹാസവും ദുഷികൾ കേൾക്കേണ്ടി വന്നു. ഇതെല്ലാം ഏറ്റത് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായിട്ടുള്ളത് തൻ്റെ ജീവിതത്തിലൂടെ പൂരിപ്പിക്കുകയാണ് എന്നാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൽ കേവലം വിശ്വസിച്ചു എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നത് വലിയ കാര്യമൊന്നുമില്ല. ജീവിതത്തിന്റെ നിത്യയാഥാർത്ഥ്യങ്ങളിൽ ഓരോ സഹനങ്ങളും ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിന്റെ ക്രൂസിനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുവാൻ കഴിയുന്ന വിശ്വാസ ജീവിതം ഉണ്ടാകും. ജീവിതത്തിന്റെ സഹനങ്ങളിൽ ക്രിസ്തുവിന്റെ ക്രൂസ് നൽകുന്ന സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയണം. പത്രോസ് ഇതേ ആശയം തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പത്രോസ് പറയുന്നത്, കഷ്ടത അനുഭവിക്കുന്നവരുടെ മേൽ, സഹനം അനുഭവിക്കുന്നവരുടെ മേൽ, കർത്താവിന്റെ ക്രൂസിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്നാണ് പത്രോസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല പത്രോസ് പറയുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരപൂർവ കാര്യം വന്നുകൂടിയെന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുത്. കർത്താവിന്റെ കഷ്ടങ്ങൾ പങ്കുള്ളവരാകുമ്പോൾ നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുകയും അങ്ങനെ നിങ്ങൾ അവരുടെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആരംഭിക്കുവാനായിട്ട് ഇടയാണ്. കർത്താവിന്റെ കഷ്ടതയിൽ പങ്കുചേരുമ്പോൾ അത് തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആരംഭിക്കുവാനായിട്ടുള്ള വലിയ നിയോഗങ്ങളാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. ഇത് പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സാധ്യമായിരിക്കുന്നില്ല. മാത്രമല്ല, നമ്മെ തന്നെ സ്വയം നിഷേധിക്കുവാനായിട്ടുള്ള ഒരു നിയോഗം കൂടാണ് കുരിശ് നൽകുന്ന വലിയ സന്ദേശം. കുരിശിന്റെ ആകൃതി തന്നെ ആ സന്ദേശമാണ്.
ഐ എന്ന് പറയുന്ന അക്ഷരത്തെ, ഞാൻ എന്ന് പറയുന്ന സ്വത്വത്തെ നിഷേധിക്കുന്ന, കുറുകെ വരയ്ക്കുന്ന ഒരു വര. ഇത് സ്വയം നിഷേധത്തിന്റെ നിയോഗമാണ്. സ്വയം നിഷേധിക്കുന്നവന് മാത്രമേ ദൈവത്തോട്, പിതാവിനോട് ചേർന്ന് വസിക്കുവാനായിട്ട് കഴിയുള്ളൂ. യേശുവിനെ കുറിച്ച് നൽകുന്ന സന്ദേശം അതാണ്. യേശു തന്റെ ജീവനെ സ്വയമായി വേണ്ട എന്ന് വെച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഇല്ല എന്ന് വെച്ചതുകൊണ്ട്, അല്ലെങ്കിൽ മരണപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ട് പിതാവിന്റെ ഇഷ്ടത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവമാണ്. പിതാവ്, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം പൂർത്തീകരിക്കപ്പെടണം. ഇതായിരുന്നു യേശുവിന്റെ വലിയ നിയമം. കുരിശ് നമുക്ക് നൽകുന്ന സന്ദേശവും ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെക്കാളൊക്കെ, ഇഷ്ടങ്ങളെയൊക്കെ ബലികഴിച്ച് ഇഷ്ടങ്ങളെ സ്വയം നിഷേധിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ക്രൂശിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത് ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ദൈവമാതാവിന്റെ ശിഷ്യന്മാരെ നമുക്ക് നാം കാണുന്നുണ്ട്. അതുകൊണ്ട് ക്രൂശിനോട് ചേർന്ന് നിന്ന് ദൈവഹിതം പ്രവർത്തിച്ചതുകൊണ്ട്, ദൈവവിഷ്ടം അനുവർത്തിച്ചതുകൊണ്ട് അവരും പിതാവിന്റെ സന്തതികളായി, പുത്രന്മാരായി ക്രൂശിനോട് ചേർന്ന് വസിക്കുന്ന കാഴ്ചയാണ് നമുക്ക് വേദപുസ്തകത്തിൽ കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ക്രൂശിനെ ധ്യാനിക്കുമ്പോഴും, ക്രൂശിന്റെ ചുവട്ടിൽ അഭയപ്പെടുമ്പോഴും, ക്രൂശിൽ നിന്ന് ക്രിസ്തുവിലേക്ക് ഒരു യാത്ര നടത്തുവാനുള്ള വലിയ ആഹ്വാനമാണ് യേശുവിനെ നമുക്ക് നൽകുന്നത്. സകലത്തിലൂടെയുള്ള ക്രിസ്തുവിനെ കണ്ടെത്തുവാനുള്ള യാത്ര, ജീവിതത്തിന്റെ നൊമ്പരങ്ങളിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ചറിയുവാനുള്ള യാത്ര, മാത്രമല്ല ജീവിതത്തിന്റെ നമ്മുടെ ഇഷ്ടങ്ങളിലൊക്കെ സ്വയം നിഷേധിച്ച് പിതാവിന്റെ ഇഷ്ടം നിർവഹിച്ചു കൊടുക്കുവാനുള്ള ഒരു വലിയ യാത്ര. ഇതാണ് ക്രൂശിലൂടെ നാം ആർജിച്ചെടുക്കേണ്ടത്. നമുക്കറിയാം, ശ്രീമാനെ വന്ദിക്കുന്ന ആരാധനയിലേക്കൊക്കെ നാം പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. കുരിശുമരത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വളരുവാനായിട്ടുള്ള ഒരു വലിയ അനുഭവം നമുക്കുണ്ടാകണം. ഈ കുരിശിനെ നാം വന്ദിക്കുവാനായിട്ട് പോകുമ്പോൾ കുരിശിനെ നെഞ്ചോട് ചേർത്ത് വെച്ച്, അല്ലെങ്കിൽ കർത്താവിനെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന വലിയ ചുംബനത്തിന്റെ, ആലിംഗനത്തിന്റെ അനുഭവമായി, തീവ്രമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ശ്രീമായുടെ ചുവട്ട് നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. കുരിശുമരം അല്ലെങ്കിൽ ശ്രീമാമരം ധാരാളം അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. നമുക്കറിയാം, മരങ്ങൾ താഴെ നിന്ന് മുകളിലേക്ക് ഉയരുന്നവയാണ്. ശ്രീമാമരം സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. കർത്താവ് ക്രൂശിക്കപ്പെട്ടത് മണ്മയെ സ്വർഗീയരാക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ നിയോഗമാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഭൂമിയിലുള്ള നമുക്ക് ക്രിസ്തുവിലേക്ക് ഉയരുവാനായിട്ടുള്ള വലിയ പ്രതീകമാണ് കുരിശ് നമുക്ക് നൽകുന്നത്. ഒരു സൺഡേ സ്കൂൾ കുഞ്ഞിനോട് കടന്നു വന്ന ഒരു അധ്യാപകൻ ചോദിച്ചു, മരങ്ങൾ എങ്ങോട്ടാണ് വളരുന്നത്? മുതിർന്ന ഒരു കുട്ടി പറഞ്ഞു, മരം സൂര്യനെ നോക്കിയാണ് വളരുന്നത്. അതിനേക്കാൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞു, മരം അത് ഉയരത്തിലേക്ക്, മുകളിലേക്ക് വളരുകയാണ്. ഏറ്റവും ഒരു ചെറിയ കുട്ടി പറഞ്ഞു എഴുന്നേറ്റ്, മരം സ്വർഗത്തിലേക്ക് വളരുകയാണ്. ഇതിലേതാണ് ശരിയായ ഉത്തരം? മൂന്നും ശരിയായിട്ടുള്ള ഉത്തരമാണ്. അവരവരുടെ പ്രാപ്തിക്കനുസരിച്ച്, അറിവിനനുസരിച്ച് മൂന്ന് പേരും ഉത്തരം പറഞ്ഞു. ഒന്നാമത് പറഞ്ഞത് ശാസ്ത്രീയമായ ഉത്തരമാണ്. കാരണം സൂര്യന്റെ ഊർജ്ജമൊക്കെ സ്വീകരിക്കുവാൻ തക്കോണം സൂര്യനെ ലക്ഷ്യമാക്കി മരങ്ങൾ വളരുന്നു. രണ്ടാമത് പറഞ്ഞത് പ്രായോഗികമായ പരിജ്ഞാനത്തിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് കാണുമ്പോൾ മരങ്ങൾ മുകളിലേക്കാണ് വളരുന്നത്. അങ്ങനെ മറുപടി പറഞ്ഞു. മൂന്നാമത്തെ ഏറ്റവും ചെറിയ കുഞ്ഞിന്റെ ഉത്തരമാണ് കൂടുതൽ ശരിയെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം മരങ്ങൾ സ്വർഗത്തിലേക്ക് വളരുകയാണ്. കർത്താവ് ശ്ലീബാ മരത്തിന്മേൽ തൂക്കപ്പെട്ടത് സകല ജാതികളും സ്വർഗത്തിലേക്ക്
വിശ്വസിക്കുന്നവർക്ക് ഫലവും സകല ജീവജാലങ്ങൾക്കും അഭയവുമാകുന്ന തരത്തിലാണ് ഫലവൃക്ഷങ്ങളുടെ സ്വഭാവം. കർത്താവിന്റെ ശ്രീവാഫലം നൽകുന്നു. ഇതേ അനുഭവം തന്നെയാണ്. ജീവവൃക്ഷത്തിന്റെ ഫലം നൽകുവാൻ, ജീവനെ നൽകുവാൻ, സകലത്തിലായിരിക്കുന്നവർക്ക് സാന്ത്വനത്തിന്റെ അഭയം നൽകുവാൻ, വിശുദ്ധവർക്ക് ആവശ്യപ്പെടുന്നവരുടെ മുമ്പിൽ സഹായത്തിന്റെ ഹസ്തവുമായി സാന്ത്വനത്തിന്റെ കരങ്ങളുമായി ഇളകി വരുന്ന ഒരു ഫലമാണ് ശ്രീവാഫലം എന്ന് പറയുന്നത്. ഈ ശ്രീവാഫലത്തിന്റെ ചുവട്ടിൽ അഭയപ്പെടുമ്പോഴാണ് നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരു വലിയ നിയോഗമുണ്ട്. ക്രിസ്തു അഭയമായി ശ്രീവാഫലമായി നിൽക്കുന്നത് മരങ്ങൾ വളരുന്നത് പോലെ ഭൂമിയിൽ നിന്ന് നാമും സ്വർഗത്തിലേക്ക് വളരുവാനാണ്. കർത്താവിന്റെ കുരിശ് ജീവവൃക്ഷമാണ്. ശ്രീവാഫലം അത് ജീവനെ പ്രദാനം ചെയ്യുന്നതാണ്. മനുഷ്യകുലത്തിന്റെ എല്ലാ പാപമാലിന്യങ്ങളും നീക്കിക്കളഞ്ഞ് ദൈവവിശുദ്ധിയിലേക്ക് വളരുവാനുള്ള വലിയ നിയോഗമാണ് നമുക്ക് കുരിശ് പ്രദാനം ചെയ്യുന്നത്. ഈ അടയാളത്തെ മടങ്ങുന്നവര് ക്രൂശിതനായ ക്രിസ്തുവിനെ മനക്കടലിൽ കണ്ടുകൊണ്ട് മടങ്ങുവാനായിട്ട് നമുക്ക് ജീവിതത്തിൽ സാധ്യമായിരിക്കുകയാണ്. മുമ്പ് പറഞ്ഞതുപോലെ ക്രിസ്തുവിനെ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഗാഠമായി നെഞ്ചോട് ചേർന്ന് ആലിംഗനം ചെയ്യുന്ന അനുഭവത്തോടെ ശ്രീമായി വന്ദിക്കുമ്പോഴാണ് നമുക്ക് ഈ ക്രൂശിന്റെ അർത്ഥം മനസ്സിലാകുന്നത്. ഇങ്ങനെ വന്ദിക്കുവാനുള്ള വിശുദ്ധി ഈ 50 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സ്വന്തം ഹൃദയത്തോട് സംസാരിക്കേണ്ടിയിരിക്കും. ജീവിതത്തിന്റെ വ്യാപാരങ്ങളിലൊക്കെ ഏർപ്പെട്ട് എത്രയെത്രയോ സുന്ദരങ്ങളായ നിമിഷങ്ങൾ ഇതുവരെ നമുക്ക് നഷ്ടമായി തീർന്നിട്ടുണ്ട്. എത്ര കഷ്ടാനും ആഴ്ചകൾ കടന്നുപോയി, എത്ര ദുഃഖവെള്ളിയാഴ്ചകൾ നാം ആചരിച്ചു. പക്ഷേ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് വളരുവാനായി പാപങ്ങളെ ഒക്കെ സ്വന്തം ചുമലിൽ ഏറ്റെടുത്ത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശ്രീവാഫലം നമ്മൾ ആവശ്യപ്പെടുന്നത് നീ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് വളരുന്ന വൃക്ഷങ്ങൾ പോലെ അനേകർക്ക് ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട്, അനേകർക്ക് സാന്ത്വനം നൽകിക്കൊണ്ട്, അനേകർക്ക് ജീവനെ പ്രദാനം ചെയ്തുകൊണ്ട് വിശുദ്ധിയിൽ സ്വർഗത്തിലേക്ക് വളരുവാനായിട്ടാണ്. അതുകൊണ്ട് വിശുദ്ധമായ ഈ ശ്രീവാഫലത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നത് നമ്മുടെ ജീവോശ്വാസമാകുന്ന മലിനമായ പാപങ്ങളെയൊക്കെ കഴുകിക്കളഞ്ഞ് കർത്താവിൽ നിന്ന് പ്രാണവായുവാകുന്ന ജീവശ്വാസം ഉൾക്കൊള്ളുവാനാണ്. മരത്തിന്റെ സ്വഭാവം നമുക്കറിയാം. നാം ഉച്ഛ്വസിക്കുന്ന ഉച്ഛ്വാസത്തെ സ്വീകരിച്ചുകൊണ്ട് അത് നല്ല ഓക്സിജനെ നമുക്ക് പ്രദാനം ചെയ്യും. ശ്രീവാഫലത്തിന്റെ അർത്ഥവും അത് തന്നെയാണ്. ക്രിസ്തു നമ്മുടെ സകല പാപമാലിന്യങ്ങളും ഏറ്റെടുത്ത് ഈ ക്രൂശുമരത്തിൽ ബലിയായി തീർന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഉച്ഛ്വാസങ്ങളാകുന്ന പാപങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രാണവായുവാകുന്ന ജീവനെ ക്രിസ്തു ക്രൂശിലൂടെ നമുക്ക് നൽകിയെന്നുള്ളത് നാം വിസ്മരിച്ചു പോകരുത്. അതുകൊണ്ടാണ് യാക്കോബിന്റെ തൽസായം രേഖപ്പെടുത്തിയിരിക്കുന്നത്, മറിയാമെന്ന വരണ്ട ഭൂമിയിൽ നിന്ന് മുളച്ചു വന്ന തന്റെ സവിശേഷ സൗരഭ്യത്താൽ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്നും തിന്മയുടെ ദുർഗന്ധത്തെ അകറ്റിയ അനുഗ്രഹീത സസ്യമാണ് യേശുദമ്പുരാൻ. യേശുദമ്പുരാൻ ശ്രീവാവൃക്ഷമാണ്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് വളരുവാനുള്ള നിയോഗം നമുക്ക് നേടിയേണ്ടിയിരിക്കുന്നു. ഈ ക്രൂശിന്റെ അനുഭവം ക്രൂശിക്കപ്പെട്ടവനായ കർത്താവിനോട് ചേർന്ന് മറ്റു 2 കള്ളന്മാർ കൂടെ ക്രൂശിക്കപ്പെട്ടു. പക്ഷേ 2 കള്ളന്മാർ ഒരുവൻ മാത്രമാണ് സ്വർഗത്തിലേക്ക് വളർന്നത്, പർദീസായിലേക്ക് വളർന്നത്, ജീവിതത്തെ വിശുദ്ധീകരിച്ചത്. അതുകൊണ്ട് തന്നെ ക്രൂശ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുരിശ് എന്ന് പറയുന്നത് രക്ഷയുടെ കൊടിയടയാളമാണ്. യേശുക്രിസ്തുവിൽ ആഴമായി വിശ്വസിക്കുന്നവന് ദൈവം തമ്മിൽ നൽകുന്ന രക്ഷയുടെ കൊടിയടയാളമാണ് കുരിശ് എന്ന് പറയുന്നത്. യേശുവിനെ പറഞ്ഞ് നീ നിന്നോടുകൂടെ പർദീസായി രക്ഷയുടെ അനുഭവത്തിലിരിക്കും, പർദീസായി നീ എന്നോട് കൂടെ ഇരിക്കും. മാത്രമല്ല, ഈ കള്ളന്റെ അനുഭവത്തിൽ ധാരാളം ചിന്തകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കുരിശ്
ആത്മദർശനത്തിന്റെ ദർപ്പണം കൂടെയാണ്. നമ്മെ തന്നെ കാണുവാനായിട്ടുള്ള ഒരു കണ്ണാടിയാണ് കുരിശ് എന്ന ചിന്ത. കാരണം എന്താണ്? ഈ അനുദപിച്ച കടൽ പറയുന്ന ഒരു വാക്കുണ്ട്. മറ്റേ കടലോട് പറയുകയാണ്, ഈ മനുഷ്യൻ നമ്മെ പോലെയല്ല. നാം പാപം ചെയ്യുന്നവരാണ്, നാം കുറ്റം ചെയ്തിട്ട് ശിക്ഷ അനുഭവിക്കുന്നവരാണ്. പക്ഷേ ഈ മനുഷ്യൻ നിർദോഷിയാണ്, യേശു നിർദോഷിയാണ്. എന്താണ് സൂചിപ്പിക്കുന്നത്? അനുദപിച്ച കടൽ അവനെ തന്നെ കാണുന്ന അനുഭവമാണ്. പ്രിയമുള്ളവരെ, കുരിശിന് ചുവട്ട് നിൽക്കുമ്പോൾ നമ്മെ തന്നെ നാം കാണണം. കർത്താവ് നമുക്ക് വേണ്ടി പാപത്തിന് പരിഹാരമായി കാൽവരിയുടെ കൽക്കണത്തിൽ യാഗമായി തീർന്നു എന്നുള്ള വലിയ രക്ഷയുടെ അനുഭവം നാം വിസ്മരിച്ചു പോകരുത്. ആ രക്ഷയുടെ ചുവട്ട് നിൽക്കുമ്പോൾ നമ്മെ തന്നെ, നമ്മുടെ ജീവിതത്തെ കണ്ണു തുറന്ന് കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ ഈ അനുഷ്ഠാനങ്ങൾ കൊണ്ടൊന്നും ജീവിതത്തിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേവലം അടയാളവും അലങ്കാരവും അനുഷ്ഠാനവും മാത്രമല്ല കുരിശ്, മറിച്ച് അതിന് അന്തർലീനമായിരിക്കുന്ന ആശയങ്ങൾ നാം വിസ്മരിച്ചു പോയാൽ കുരിശിനെ ധ്യാനിക്കുമ്പോൾ നമുക്ക് വലിയ അർത്ഥങ്ങളൊന്നുമില്ല. മാത്രമല്ല, കുരിശ് ജയത്തിന്റെ കിരീടധാരണമാണ്. യേശുവിന് കടലോട് പറയുകയാണ്, കടലോട് പറയുകയാണ്, ഇന്ന് എന്നോടുകൂടെ പറുദീസായിരിക്കും. അവനെ കിരീടം ധരിപ്പിച്ച് ആദ്യ മനുഷ്യനെ നഷ്ടപ്പെട്ടു പോയ അതേ സ്ഥലത്ത് തന്നെ പറുദീസായിലേക്ക് ഈ മനുഷ്യനെ കൊണ്ടുപോവുകയാണ്. അനുദപിക്കുന്ന മനുഷ്യന് ക്രിസ്തുവിന്റെ കുരിശു നൽകുന്ന വലിയ വാഗ്ദാനമാണ് ഇത്, കിരീടധാരണത്തിന്റെ അനുഭവം. കുരിശ് ജയം നൽകുന്ന കിരീടധാരണത്തിന്റെ അനുഭവമാണ്. പ്രിയമുള്ളവർ, എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. കുരിശിനെ ധ്യാനിക്കുന്ന, കർത്താവിന്റെ കുരിശിൽ അഭയപ്പെടുന്ന സങ്കേതപ്പെടുവാൻ ആഗ്രഹിക്കുമ്പോൾ, കുരിശിനെ വന്ദിക്കുവാനും കുരിശിനെ ചുവട്ട് നിൽക്കുവാനും നാം ആഗ്രഹിക്കുമ്പോൾ, ഈ ചിന്തകൾ നമ്മെ, ഈ സന്ദേശങ്ങൾ നമ്മെ എപ്പോഴും നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ കുരിശിനെ വന്ദിക്കുവാനായി കടന്നു വരിക. കർത്താവേ, നിന്റെ വിശുദ്ധിയിലേക്ക് വളരുവാനായിട്ട് ഇതുവരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്നു മുതൽ നിന്റെ വിശുദ്ധിയിൽ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം ഉയരുവാനുള്ള വലിയ നിയോഗം സ്വീകരിച്ച് നിന്നിൽ നിന്ന് കൃപ പ്രാപിക്കാനാണ് ഞാൻ നിന്നെ വന്ദിക്കുന്നത് എന്ന് പറഞ്ഞ് കുരിശിനെ വന്ദിക്കുവാനായി ഇത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായി, ഈ നോമ്പനുഷ്ഠാനം ധന്യമായി, ഈ വലിയ വെള്ളിയാഴ്ച ധന്യമായി, ഉയർപ്പിന്റെ പ്രത്യാശയോട് കർത്താവിന്റെ പൊതുജീവനെ പാലിപ്പാൻ നമുക്ക് കഴിയും. അതിനാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിലൊന്നും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കാം. മധ്യാഹ്ന നമസ്കാരം ആരംഭിക്കും.